നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു അടിപൊളി സ്നാക്കായിട്ടാണ് വന്നത്. ഇതിൻ്റെ പേര് ക്രംസി സ്റ്റിക്കി ബനാന എന്നാണ് ഞാൻ വിളിച്ചിരിക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു 2 കപ്പ് അളവിൽ മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പഴം പൊരിക്കുന്ന ആ ഒരു കൂട്ട് തന്നെയാണ്. അതിലേക്ക് ഒരു 3-4 സ്പൂൺ പഞ്ചസാരയും കുറച്ച് ഉപ്പും പിന്നെ കുറച്ചൊരു പിഞ്ച് ഏലക്കായ് പൊടി ചേർത്തിട്ട് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ പഴംപൊരിക്കൊക്കെ ഉണ്ടാക്കുന്ന അതേ സ്റ്റൈലിൽ കൂട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ പഴം പൊരിക്കുന്ന അതേ ഒരു ഇതിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയത്. പിന്നെ നല്ലൊരു പഴുത്ത 2 പഴമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് തോലിയെല്ലാം കളഞ്ഞ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു വലിപ്പത്തിൽ. അതായത് കുറച്ചത് തടിങ്ങനെ ആക്കിയിട്ട് ഒരു പഴം ഞാനൊരു 5 പീസ് ആക്കിയിട്ടുണ്ടാവും. എന്നിട്ട് നമ്മളിത് ഒരു സ്റ്റിക്കില്ലേ, ബാമ്പു സ്റ്റിക്ക് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. ഇതൊരു കാണാനും നമ്മളെ മക്കൾക്കെല്ലാം ഇഷ്ടമാകുന്ന ഒരു ഐറ്റമാണ്. ഇങ്ങനെ സ്റ്റിക്കുമ്മലെല്ലാം ചെയ്തെടുത്ത് കഴിഞ്ഞാൽ മക്കൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുക. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസ് അവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഓരോ പഴം എടുത്തിട്ട് നമുക്കിതായി ബാറ്ററിലൊന്ന് മുക്കിയെടുക്കാം. എന്നിട്ട് അതിന് ശേഷം ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതേപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാം ഞാൻ അതേപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രൈ പാന് ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വലിയ ഒരു ഫ്രൈ പാൻ തന്നെയാണ് ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഓയിൽ ചൂടായപ്പോൾ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ സ്റ്റിക്ക് കുറച്ച് വലുതായപ്പോയോണ്ട് എന്താ പറയുക, ഈ ഫുള്ളായിട്ട് ഓയിലേക്ക് പോകുന്നില്ലേനു. അപ്പോൾ ഞാൻ ഫ്രൈ പാൻ ഒന്ന് ചെരിച്ച് വെച്ചിട്ട് സ്റ്റിക്കൊക്കെ കൂട്ടി പിടിച്ചിട്ട് ചെരിച്ച് വെച്ചിട്ട് മുക്കി പൊരിയുന്ന രീതിയിലാണ് പൊരിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായപ്പോൾ ഞാനിതാ ഓയിലിൽ നിന്ന് ഇത് എടുക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റിക്കൊന്നും ചൂടാകുന്നൊന്നുമില്ല, അതൊന്നും ആരും പേടിക്കണം. ഞാൻ സ്റ്റിക്ക് പിടിച്ചിട്ട് ഞാൻ അങ്ങനെ തിരിച്ച് മറിച്ച് വിട്ട് കൊടുക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ നമ്മുടെ ക്രംസി സ്റ്റിക്കി ബനാന ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ പഴംപൊരിയിൽ നിന്നൊരു വ്യത്യസ്ത ആയിട്ടുള്ളൊരു ഐറ്റമാണ്. മക്കളൊക്കെ വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങി കഴിക്കുന്ന ഒരു ഐറ്റം തന്നെയായിരിക്കും. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ഐറ്റമാണ്, സ്നാക്കാണ്. എൻ്റെ മക്കൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.